ആത്മഹത്യ ചെയ്ത നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം മാധ്യമങ്ങളെ കാണുകയാണ്. ഇപ്പോൾ തത്സമയ സംപ്രേഷണം. പ്രൈവറ്റ് ആംബുലൻസ് ആയിരുന്നു. 108-ലല്ല, നഴ്സിംഗ് സ്റ്റാഫ് കാണുമല്ലോ. ഇതാരുമില്ല, ഇത് പ്രൈവറ്റ് വരുമ്പോഴേക്കും അതില്ലായിരുന്നു. അപ്പൊ അത് അവരുണ്ടായിരുന്നവരിൽ കൂടി നമ്മുടെ കുഞ്ഞിനെ അതാ പറഞ്ഞത്. 108-ലാണെന്നവർ നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടാകുമായിരുന്നു. അപ്പോൾ വന്ന വഴിക്കോ അല്ലെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തന്നെ അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ മാറ്റുവാനുള്ളൊരു സംവിധാനം ഉണ്ടാകുമായിരുന്നു. അത് അറിയത്തില്ലാത്ത 2 സ്റ്റാഫുകളായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഇരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ ഇല്ലാതായത്. മുഖ്യമന്ത്രി വളരെ അനുഭാവപൂർണമായ ഇതാണ് പറഞ്ഞത്. അന്വേഷിച്ച് എല്ലാ ഇതും കൊണ്ട് വെളിച്ചത്തെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. കണ്ടായിരുന്നു. അദ്ദേഹം ഒരു എൻക്വയറി കമ്മീഷനെ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഈ 3 കുട്ടികളുടെ കയ്യിൽ നിന്നുള്ള മൊഴി അല്ലാതെ ബാക്കി എല്ലാവരുടെയും മൊഴി എടുത്തിട്ടുണ്ട്. അത് 2 ദിവസത്തിനകത്ത് ബിന്ദുവാണത്തിന് റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു, വെച്ചു എന്ന് പറഞ്ഞു. തൃപ്തരാണ്. അല്ല, സിപാസ് എന്ന് പറയുന്നത് ഇതൊരു ഗവൺമെൻറ് ബോഡിയാണ്. ഇവരുടെ കോളേജ് സിപാസ്, സെൻറ്റർ ഫോർ പ്രൊഫഷണൽ, അങ്ങനെ ഒരു സ്ഥാപനമാണ്. അന്നേരം അവർ ഇപ്പം റിപ്പോർട്ട് ചെയ്യാനുണ്ട്. പിന്നെ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല, എന്റെ കുഞ്ഞിന്റെ അവസ്ഥയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അന്നേരം അനുഭവങ്ങൾ വരുമ്പോഴല്ലയോ നമ്മൾ അതിനെ കുറിച്ച് പറയുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മളുടെ മുഖാന്തരം ഇത് കാര്യങ്ങൾ എല്ലാവരും വെളിയിൽ അറിഞ്ഞില്ലേ. ഇപ്പൊ അതിന് മുന്നേ ഒരു കുഞ്ഞ് ആരെങ്കിലും ഇങ്ങനെ സാധനം ഉണ്ടായെന്ന് വരികയും ഈ വീഴ്ച ഉണ്ടാവില്ലെന്നോ. ഇനി നമുക്ക് ഇനിയിപ്പോ എന്തായാലും ഞങ്ങളുടെ കുഞ്ഞ് കിട്ടില്ല, അത് നമുക്കറിയാം. അത് നമ്മൾ മനസ്സുകൊണ്ട് ഉൾക്കൊന്നു. പക്ഷെ ഇതുപോലെ ഒരു അവസ്ഥ, അല്ലെ ഇതുപോലെ വന്ന് ഇങ്ങനെ ഞങ്ങൾ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ വേറൊരു പേരൻസും വരരുത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇതിനെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ശരി. അമ്മു സജീവിന്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ട ശേഷമാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഈ മാസം 15-നാണ് ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള അമ്മു സജീവൻ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ചത്. NSS വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൻ്റെ 3ാം നിലയിൽ നിന്ന് വീണ് ആണ് മരിച്ചത്. അത് അവിടെ നിന്നും ചാടുകയായിരുന്നു കുട്ടി. അതിനകത്ത് അവരുടെ സഹപാഠികളായ അഞ്ജന, മധു, അലീന, ദിലീപ്, അക്ഷിത എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് അവർ ഉള്ളത്. മാതാപിതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അന്വേഷണത്തിൽ തൃപ്തരാണ് എന്ന് പറയുകയാണ് കുടുംബം.